ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വാഴ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അതിന്റെ തുടർച്ചയായി വന്ന വാഴ 2 എന്ന ചിത്രവും ആദ്യ സിനിമയെക്കാട്ടിലും വലിയ വിജയം നേടിക്കൊണ്ട് തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മലയാള സിനിമയിലെ ഒരുപാട് റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ഈ ചിത്രം മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതേസമയം തന്നെ പലരും കമന്റുകളിലൂടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് ചിത്രങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ചില മിസ്റ്റേക്കുകൾ, ചില കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ ടൈം ലൈനിൽ വന്നിരിക്കുന്ന ചില എററുകൾ. സോ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. അതിനു മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് വെച്ചുകൊണ്ട് ഈ ചിത്രം മോശമാണെന്ന് ഒരിക്കലും അഭിപ്രായപ്പെടുന്നില്ല. പകരം ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മലയാള ചിത്രം തന്നെയാണ് ഇത്. കൂടാതെ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചിത്രം കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ ഈ രണ്ട് സിനിമയിലും അവർ പെർഫെക്റ്റായി കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ഹാഷിറിന്റെ വാപ്പയുടെ കാര്യം. ആദ്യ സിനിമയിൽ ഹാഷിറിന്റെ വാപ്പ മരിച്ചുപോയി എന്ന് ഒരു കോമഡി സീനിലൂടെ അങ്ങ് അവതരിപ്പിച്ച് പോകുന്നുണ്ട്. അതെങ്ങനെ വാപ്പ മരിച്ചതാണല്ലേ? എന്നാൽ രണ്ടാം ചിത്രത്തിൽ ആ ഒരു കാര്യം പെർഫെക്റ്റായി കണ്ടിന്യൂ ചെയ്യുകയും ചിത്രം തുടങ്ങുന്നത് തന്നെ ഹാഷിറിന്റെ വാപ്പയുടെ മരണം കാണിച്ചുകൊണ്ടാണ്. അതേപോലെ ആദ്യ ചിത്രത്തിലെ ആ പോലീസ് സ്റ്റേഷൻ സീനിൽ വെച്ച് തന്നെ ഹാഷിറും അലനും റിലേറ്റീവ്സ് ആണെന്ന് പറയുന്നുണ്ട്. അലന്റെ ഇളയമ്മയുടെ മകനാണ് ഹാഷിർ എന്നാണ് അലൻ അവിടെ വെച്ച് പറയുന്നത്. സോ ഈ രണ്ടാം ചിത്രത്തിൽ എത്തുമ്പോഴും ഇവർ രണ്ടുപേരും റിലേറ്റീവ്സ് ആണ് എന്നുള്ള കാര്യവും കാണിച്ചു പോകുന്നുണ്ട്. മറ്റൊന്ന്, ആദ്യ ചിത്രത്തിന്റെ അവസാനം എത്തുമ്പോൾ ഇവർ അബ്രോഡ് പോകുന്നതിനെ പറ്റി, വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. ഈ രണ്ടാമത്തെ സിനിമയിലെ മെയിൻ കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെ മിക്ക കാര്യങ്ങളും നടക്കുന്നതും ഇങ്ങനെ ഇവർ അബ്രോഡ് പോകാൻ തീരുമാനിക്കുന്നതും അവിടെ പോയതിനു ശേഷമുള്ള കാര്യങ്ങളെല്ലാമാണ്. മറ്റൊന്ന്, ഈ രണ്ട് ചിത്രങ്ങളിലും ഇവർ കടുത്ത മോഹൻലാൽ ആരാധകരാണെന്നുള്ള കാര്യം ഒരുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ആദ്യ സിനിമയിൽ കോളേജിലേക്ക് പഠിക്കാനായി വരുന്ന അമിത് മോഹന്റെ ക്യാരക്ടറിന്റെ കൈക്ക് ആദ്യത്തെ ഫൈറ്റിനിടയിൽ ഒരു പരിക്ക് പറ്റുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യ ചിത്രത്തിലെ ഈ ക്യാരക്ടറുകളുടെ എല്ലാം ആ ഒരു സർപ്രൈസ് എൻട്രി കാണിക്കുന്ന സമയത്ത് ആ ക്യാരക്ടറിന് ഫൈറ്റിനിടയിൽ കൈക്ക് വേദന ഉണ്ടാകുന്നത് പോലെ ആദ്യ സിനിമയിലെ ആ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൂടാതെ രണ്ട് സിനിമയുടെയും ഇന്റർവെൽ ഭാഗത്ത് വരുന്ന ഗസ്റ്റ് റോളിൽ എത്തുന്ന ഒരു പോലീസുകാരൻ, അതും ഒരു ആക്ടർ ഡയറക്ടർ. ഈ ക്യാരക്ടർ ഈ കുട്ടികളെ പിടിക്കുകയും എന്നാൽ പിന്നീട് ഈ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നതായിട്ട് രണ്ട് ചിത്രത്തിലും കാണിച്ചിട്ടുണ്ട്. അതേപോലെ രണ്ട് സിനിമയിലും ഈ കൂട്ടുകാർക്കിടയിൽ അവരുടെ ഒരു രക്ഷകർത്താവ് ഈ കുട്ടികളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതായി, മിക്ക സമയത്തും സപ്പോർട്ട് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. കൂടാതെ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ആദ്യ ചിത്രത്തിൽ അച്ഛനും മകനുമായിട്ടുള്ള സെന്റിമെന്റ് സീനുകളിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ രണ്ടാം ചിത്രത്തിൽ അച്ഛനും മകനുമായിട്ടുള്ളത് കൂടാതെ സഹോദരങ്ങൾ തമ്മിലുള്ള സെന്റിമെന്റ് സീനുകളിലൂടെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയും ഈ രണ്ട് സിനിമകളെ ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ സംവിധായകരും തിരക്കഥാകൃത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാര്യങ്ങൾക്കിടയിൽ തന്നെ അവർക്ക് വന്നിട്ടുള്ള പല തെറ്റുകളെ പറ്റി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കണ്ടിന്യൂറ്റി മിസ്റ്റേക്സിനെ പറ്റിയും ടൈം ലൈനിൽ വന്നിരിക്കുന്ന എററുകളെ പറ്റിയും എല്ലാം സംസാരിക്കാം. അതിൽ ആദ്യത്തേത് നേരത്തെ പറഞ്ഞ അലന്റെയും ഹാഷിറിന്റെയും ആ റിലേഷനാണ്. ആദ്യത്തെ സിനിമയിൽ അലൻ പറയുന്നത് തന്റെ ഇളയമ്മയുടെ മോഹനാണ് ഹാഷിർ എന്നാണ്. സാറേ, ഇവനെ കുഞ്ഞുമാടെ മോനാണ് സാറേ. ഇവനെ അറിയാം, ഇവന്റെ അടുത്ത് നിന്ന്. അതായത് അലന്റെ വാപ്പയുടെയോ ഉമ്മയുടെയോ ബന്ധം കൊണ്ട് അനിയനോ അനിയത്തിയോ ആയിരിക്കണം ഹാഷിറിന്റെ ഉമ്മയോ വാപ്പയോ. അതുകൊണ്ടാണ് ഹാഷിർ തന്റെ ഇളയുമ്മയുടെ മോനാണ് എന്ന് അലൻ പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തിരിച്ച് ഹാഷിറിനെ വെച്ച് നോക്കുമ്പോൾ ഹാഷിറിന്റെ മൂത്തുമ്മയുടെയോ മൂത്താപ്പയുടെയോ മോനായിട്ട് വരണം അലൻ. എന്നാൽ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ അലന്റെ വാപ്പയായിട്ട് വരുന്ന സുധീഷിന്റെ ക്യാരക്ടറിനെ ഹാഷിർ വിളിക്കുന്നത് കൊച്ചാപ്പ എന്നാണ്. സോ അവിടെ വെച്ച് ഹാഷിറിന്റെ വാപ്പയാണ് സുധീഷിന്റെ വാപ്പയെക്കാട്ടിലും മൂത്തത്. പ്രായം വെച്ചില്ല, റിലേഷനിലൂടെ ഹാഷിറിന്റെ വാപ്പയാണ് മൂത്തത് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ അതെനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നിയത്. ഇനി അതല്ലാതെ വേണമെങ്കിലും ആകാം. അതായത് അലന്റെ വാപ്പയുടെ ചേട്ടനാണ് ഹാഷിറിന്റെ വാപ്പ മരിച്ചുപോയത്. ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത് സഹോദരിമാരെയാണെന്നും ആ സഹോദരിമാരിൽ മൂത്തയാളെ സുധീഷ് വിവാഹം കഴിക്കുകയും അനിയത്തിയെ ഹാഷിറിന്റെ വാപ്പ വിവാഹം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സിനിമ കണ്ടത് വെച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് അവർക്ക് ഡയലോഗുകളിലൂടെ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇനി രണ്ടാമത്തത് ഇവരുടെ ഏജിൽ വന്നിരിക്കുന്ന ഒരു പൊരുത്തക്കേടാണ്. അതായത് ആദ്യ ചിത്രത്തിൽ വാഴ 1-ൽ 2013 റിലീസായിട്ടുള്ള ദൃശ്യം എന്ന ചിത്രം കാണിക്കുന്നുണ്ട്. ഇവർ ആ ദൃശ്യം സിനിമ കാണാൻ പോകുന്നതായിട്ടുള്ള ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ആ ഒരു സിനിമയിൽ ടൈം ലൈൻ കറക്റ്റായി കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്.
ആ സമയം ദൃശ്യം റിലീസായിരിക്കുന്ന 2013 ഇവർ കോളേജിൽ പഠിക്കാൻ ചേർന്നിരിക്കുകയാണെന്നും പിന്നീട് 4 വർഷങ്ങൾക്കിപ്പുറം 2017 കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയെന്നും 2018-19 ഒക്കെ ആകുമ്പോൾ BC വിശ്വ എന്ന ക്യാരക്ടറിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരമാവധി കറക്റ്റ് ആക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ആ സമയം 2013 ഹാഷിറിനെയും ടീമിനെയും കാണിക്കുന്ന സമയത്ത് അവർ ഏകദേശം ഒരു 16-17 വയസ്സുള്ളവരായിട്ടെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിൽ സീനിൽ വെച്ച് ഇവർ കോളേജിൽ പഠിക്കുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറയുന്ന സമയം അലൻ ഹാഷിറിനോട് പറയുന്നുണ്ട്, നമ്മൾ 10 തോറ്റത് നന്നായില്ലേ എന്ന്. നമ്മള് 10 തോറ്റ എത്ര നന്നായില്ലടാ ഹാഷിറെ. പിന്നെ അല്ല, അതായത് മിനിമം ഇവർക്കൊരു 16 വയസ്സെങ്കിലും ഉണ്ട് എന്നാണ് ആ സമയം കാണിച്ചിരിക്കുന്നത്. ഇനി വാഴ 2ലേക്ക് വരികയാണെങ്കിൽ ഇവർ +2 പഠിക്കുകയാണ്. +2 പഠിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 17 വയസ്സെല്ലാമാണ്. സോ ഏകദേശം ആ ഒരു വയസ്സുള്ള കുട്ടികളെ പോലെയെല്ലാം തന്നെയാണ് ഇവരെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ സമയം ആ +2 പഠിക്കുന്ന ടൈമിലാണ് ഇവർ ലൂസിഫർ ചിത്രം കാണാനായി പോകുന്നത്. ലൂസിഫർ റിലീസായിരിക്കുന്നതാകട്ടെ 2019 സോ ലൂസിഫർ റിലീസായിരിക്കുന്നത് 2019 ആണ്. ആ സമയം ഇവർ +2 പഠിക്കുന്ന ഒരു 16-17 വയസ്സെല്ലാമുള്ള കുട്ടികളായിട്ടാണ് കാണിച്ചതെങ്കിൽ നേരെ വാഴയിലേക്ക് വരുന്ന സമയത്ത് ദൃശ്യം റിലീസായിരിക്കുന്ന 2013 6 വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഒരു 11-12 വയസ്സെല്ലാമുള്ള കുട്ടികളായിട്ടാണ് വരേണ്ടിയിരുന്നത്. അതായത് ആ സമയം ഹാഷിറിനെയും അല്ലേമെല്ലാം കാണിക്കേണ്ടിയിരുന്നത് ഒരു 6ലോ 7ലോ പഠിക്കുന്ന കുട്ടികളായിട്ടാണ്. ഇനി തിരിച്ച് വാഴ 1ൽ കാണിച്ചിരിക്കുന്നത് 2013 ഇവരൊരു 16-17 വയസ്സുള്ള കുട്ടികളായിട്ടാണ് എന്നത് വെച്ച് നോക്കിയാൽ 6 വർഷങ്ങൾക്കിപ്പുറം വാഴ 2ൽ 2019 ലൂസിഫർ എത്തുമ്പോൾ 6 വർഷങ്ങൾക്കിപ്പുറം അവർക്കൊരു 22-21 വയസ്സെല്ലാം വരേണ്ടതാണ്. അതായത് 21-22 വയസ്സുള്ളപ്പോഴാണ് വാഴ 2ൽ അവർ +2 പഠിക്കുന്നത് എന്നാണ് വരേണ്ടത്. വേണമെങ്കിൽ വാഴ 1ൽ വെച്ച് പറയുന്നത് പോലെ അവർ 10 തോറ്റിരിക്കുകയാണ് എന്നത് വെച്ചുകൊണ്ട് 6 വർഷങ്ങൾക്കിപ്പുറമാണ് അവർ +2 പഠിക്കാനായി സ്കൂളിൽ ചേർന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. എന്നിരുന്നാലും വാഴ 2 കണ്ടതിനു ശേഷം അവിടെ 21-22 വയസ്സുള്ള കുട്ടികളായിട്ടല്ല ഇവരെ കാണിച്ചിരിക്കുന്നത്. പകരം ഒരു 16-17 വയസ്സുള്ള +2 പഠിക്കേണ്ട കറക്റ്റ് പ്രായമുള്ള കുട്ടികളായിട്ട് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലായി ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവർ 21-22 വയസ്സിലെല്ലാമാണ് +1 പഠിക്കുന്നതായി കാണിച്ചതെങ്കിൽ അജിന്റെ ചേട്ടനായി വരുന്ന ക്യാരക്ടറിനും വിനായകന്റെ ക്യാരക്ടറുമെല്ലാം ഇവരെക്കാട്ടിലും മൂത്തതാണ്. സോ അവർക്ക് ഇവരിലും ഏജ് ഉള്ളതായിട്ടാണ് വരേണ്ടത്. അത്രയും പ്രായത്തിൽ അവർ +2 ഇരിക്കുന്നതായിട്ടെല്ലാം വരണം. സോ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവരെല്ലാം +1 +2 പഠിക്കേണ്ട പ്രായത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഏറിപ്പോയാൽ 1-2 വയസ്സിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലായി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏജിന്റെ കാര്യത്തിൽ ഇവർക്ക് ഇത്തരത്തിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ടൈം ലൈനിലെല്ലാം ഒരു എറർ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മറ്റൊന്ന് ഹാഷിറിന്റെ പ്രണയം. ഈ 2 സിനിമകളിലും ഞാൻ പറഞ്ഞു ഏകദേശം ഹാഷിറിനെയും ടീമിനെയും എല്ലാം ഒരേ ഏജ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ വാഴ 1ൽ ഹാഷിർ ആ ഒരു ഏജിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നതായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അവിടെ കുറച്ച് കോമഡികളിലൂടെയെല്ലാമാണ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വാഴ 2ലേക്ക് എത്തുമ്പോൾ ഏകദേശം വാഴ 1ൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഏജിൽ തന്നെ ഹാഷിർ വളരെ ആത്മാർത്ഥമായി മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതായി, അതും വാഴ ഫസ്റ്റിൽ കാണിച്ചതുപോലെ കോമഡി ആയിട്ടൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ, വളരെ സെന്റിമെന്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു സീനെല്ലാം കാണിച്ചിരിക്കുന്നത്. സോ ഏകദേശം 2 സിനിമകളിലും ഒരേ ഏജിൽ ഹാഷിറിന്റെ ക്യാരക്ടർ 2 പെൺകുട്ടികളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിച്ചു പോയിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഒരേ സമയം പല പെൺകുട്ടികളെ പ്രണയിക്കുന്ന ആളായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. വാഴ 1 വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കരുതാം. എന്നാൽ വാഴ 2ലേക്ക് എത്തുമ്പോൾ ആ ഒരു ക്യാരക്ടർ വളരെ ആത്മാർത്ഥമായി ഈ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതായി കാണിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടർ അത്തരത്തിലുള്ള ആളല്ല, ഒരേ സമയം പല പെൺകുട്ടികളെ പ്രണയിക്കുന്ന ആളല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ 2 സിനിമകളിൽ ഏകദേശം ഒരേ പ്രായത്തിൽ ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതും അവർക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ്, ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. വേണമെങ്കിൽ ഈ ഒരു മിസ്റ്റേക്കിനെ എല്ലാം നമുക്ക് പല കാര്യങ്ങളിലൂടെ ന്യായീകരിക്കാൻ ശ്രമിക്കാം. അതായത് നേരത്തെ അലൻ തന്റെ ഇളയമ്മയുടെ മകനാണ് ഹാഷിർ എന്ന് പറഞ്ഞ കാര്യത്തെയും ഹാഷിർ തിരിച്ച് അലന്റെ വാപ്പയെ കൊച്ചാപ്പ എന്ന് വിളിക്കുന്നതും വേറെ രീതിയിൽ ശരിയാക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ദൃശ്യം 2013 ഇറങ്ങിയതും ലൂസിഫർ 2019 ഇറങ്ങിയതും ഈ സിനിമയുടെ ടൈം ലൈനിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ 2019 ലൂസിഫർ റിലീസായിരിക്കുന്നത്, മറ്റേതെങ്കിലും ഒരു വർഷമാണ് എന്ന് പറയുകയാണെങ്കിൽ
നമുക്ക് ഈ ഒരു മിസ്റ്റേക്കിനെ എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കാം. എന്നിരുന്നാലും ആദ്യത്തെ സിനിമയിൽ ആ ഒരു ടൈം ലൈൻ അവർ കറക്റ്റായി ശ്രദ്ധിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് 2013 ദൃശ്യം റിലീസാകുന്നു. 4 വർഷങ്ങൾക്കിപ്പുറം അവർ കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നു. 2019 എത്തുമ്പോൾ വിശ്വത്തിന്റെ ക്യാരക്ടറിന്റെ കല്യാണം കഴിഞ്ഞതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു പോകുന്നു. ഈ ഒരു ടൈം ലൈൻ എല്ലാം അവർ കറക്റ്റായി ശ്രദ്ധിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തെ ഞാൻ മിസ്റ്റേക്കായി കണക്കാക്കിയത്. ഇനി ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ വാഴ 1 റിലീസാകുന്ന സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായ സമയത്ത് തന്നെ വാഴ 2വിനെ പറ്റിയുള്ള കുറേയധികം കാര്യങ്ങൾ വിപിൻ ദാസിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. അത് വെച്ചായിരിക്കാം വാഴ 2 റിലീസാകാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചത്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു ഇന്റർവ്യൂവിൽ വാഴ 2വിൽ ഒരു പ്രധാന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ഒരു വ്യക്തി വിപിൻ ദാസ് സ്ക്രിപ്റ്റിലെല്ലാം പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താറുണ്ട്, പ്ലാൻ എല്ലാം പെട്ടെന്ന് ചേഞ്ച് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ അത് അവർ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വിപിൻ ഈ മിക്കവാറും ഒക്കെ പ്ലാനുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രിയേറ്റീവ്ലി അവർക്ക് പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്യും, ക്രിയേറ്റീവ് ഐഡിയാസ് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായി. അപ്പോൾ സോ അത്തരത്തിൽ വാഴ 2വിന്റെ ഷൂട്ടിങ്ങും മറ്റും നടക്കുമ്പോൾ അല്ലെങ്കിൽ വാഴ 2വിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കാൻ പോകുന്ന സമയത്തായിരിക്കാം പല മാറ്റങ്ങൾ ആ സ്ക്രിപ്റ്റിൽ വരുത്തിയത്. സോ ഇതുകൊണ്ടായിരിക്കാം വാഴ 1ൽ നിന്നും വാഴ 2വിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ടൈം ലൈനിൽ എററുകളായി അല്ലെങ്കിൽ മിസ്റ്റേക്കുകളായി വന്നു പോയത്. സോ അതൊന്നും സിനിമയെ കാര്യമായി ബാധിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലരും ഈ ഒരു ടൈം ലൈനിനെ കുറിച്ച് വിശദീകരിക്കാനായി കമന്റുകൾ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. സോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വാഴ 2 എന്ന ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.